താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് തെറ്റ്. ശരിയായ പ്രസ്താവനകൾ 1857 ഒന്നാം സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. ഈ ചിത്രത്തിൽ പരാമർശിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ്. കോളിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥന്റെ വരവും ഈ ചിത്രം ഉയർത്തിക്കാണിക്കുന്നു. ശരിയായ രണ്ട് പ്രസ്താവനകൾ അടങ്ങിയ ഓപ്ഷൻ കണ്ടെത്തുക. മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് 1915 മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യ പ്രധാന പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ശരിയായ പ്രസ്താവനകൾ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറായ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15 കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 1941 മാർച്ച് 28 പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ശരിയായവ: ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ നായകൻ ശുഭ്മാൻ ഗില്ലാണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ടീമിൽ 37ാമത്തെ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. മലയാളി താരം സഞ്ജു സാംസൺ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിട്ടില്ല. ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിൽ മേഘങ്ങളെ തിരിച്ചറിയുക. കറുപ്പ് അഥവാ ഇരുണ്ട നിറം നിംബസ് മേഘം. നേർത്ത തൂവൽ രൂപം സിറസ് മേഘം. പഞ്ഞിക്കെട്ട് പോലെ കാണുന്നത് ക്യുമുലസ് മേഘം. ആകാശത്തിന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുന്നവ സ്ട്രാറ്റസ്. താഴെ നൽകിയവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരണം ഏതെല്ലാം? ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് രൂപപ്പെടുന്നത്. ശരാശരി ഉയരം 600 മുതൽ 900 മീറ്റർ വരെയാണ്. താഴെ തന്നിരിക്കുന്ന അന്തരീക്ഷ പാളികളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് ക്രമപ്പെടുത്തുക. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ 80% ബിറ്റുമിനസ് ഇനത്തിൽപ്പെട്ടതാണ്. കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിന്റെ അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യുവാനുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖം. ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം. മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിനു കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറെയൊക്കെ പരിഹരിക്കാനായി. ചേരുംപടി ചേർക്കുക. വ്യവസായ മേഖലാ പരിഷ്കാരം. ഒട്ടേറെ വ്യവസായങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു. ധനകാര്യ പരിഷ്കാരം. നിരവധി സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു. ഇന്ത്യൻ ബാങ്കുകൾ, വിദേശ ബാങ്കുകൾ. വിദേശ വിനിമയ പരിഷ്കാരം. ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണയത്തിന്റെ ചോദനത്തെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി. വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം. ഇന്ത്യൻ വ്യാവസായിക ഉൽപ്പാദനത്തിൽ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ആരോഗ്യം. നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റല്ലാത്തത്: കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർ നീതി ആയോഗിന്റെ അംഗമായിരിക്കും. ആദ്യ യോഗം നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്നു. 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയവരിൽ പെടാത്തത് ക്ലാഡിയ ഗോൾഡിൻ. ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽ പെടാത്തത് അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് സംവിധാനവും ഭരണഘടനാ ഭേദഗതിയും. അയിത്ത വിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1955. ഇന്ത്യൻ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യരാക്കുന്നതിനായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 1985 52ാം ഭരണഘടനാ ഭേദഗതി. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ച ജില്ല വയനാട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് N.A. പൽക്കിവാല. നഗരങ്ങളിലെ ചേരികളിൽ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഉഷസ്.
മിച്ചഭൂമി തിരിച്ചറിയൽ, ഏറ്റെടുക്കൽ, വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടി ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് കുമരപ്പ കമ്മിറ്റി. 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ഭാഗം 9A. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 16-ാം ഉച്ചകോടിയായിരുന്നു. കസാനിൽ വെച്ച് നടന്നു. 2006 സംഘടന ആരംഭിച്ചത്. ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജൈവവൈവിധ്യം കൂടുതലായി കാണപ്പെടുവാനുള്ള കാരണങ്ങൾ: കൂടുതൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത, സ്ഥിരമായ കാലാവസ്ഥ. മലേറിയ രോഗത്തിനു കാരണമായ രോഗകാരിയുടെ പേര് പ്ലാസ്മോഡിയം വൈവാക്സ്. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. 2024 ഫെബ്രുവരിയിലാണ് ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്? അമേരിക്ക. താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് പൂർണ്ണാന്തര പ്രതിപതനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? പതനകോൺ ക്രിട്ടിക്കൽ കോണളവിനേക്കാൾ കൂടുതലായിരിക്കണം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കണം. ISROയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 കുറിച്ച് കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്: 4-ാമത്തെ പ്രസ്താവന തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ: ആദിത്യ L1 ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ നികേഷ് ഷാജി. ഈ ദൗത്യം 7 പേലോഡുകൾ വഹിക്കുന്നു. അവ സൂര്യന്റെ അന്തരീക്ഷം നിരീക്ഷിക്കുവാൻ ഉപയോഗിക്കുന്നു. 2023 സെപ്റ്റംബർ 2-ന് PSLV C-57 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. താഴെ കൊടുത്ത താപനിലകളിൽ ഏതൊക്കെയാണ് ശരി? -40°C, -40°F, 0°C, 32°F. താപനിലയുടെ തോത് ആയ കെൽവിൻ സ്കെയിലിൽ ആവിർഭവിച്ചത് ഏത് വാതക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ചാൾസ് നിയമം. ഒരു മൂലകത്തിലെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം യഥാക്രമം 18, 16, 16 എന്നിങ്ങനെയാണ്. ഇത് അനുയോജ്യമായ ചിഹ്നം നൽകുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ബേക്കർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പരസ്പരം യോജിക്കാത്തവ ഏതെല്ലാം? 3, 4 എന്നിവ ശരിയല്ല. ശരിയായവ: കേരള കലാമണ്ഡലം തൃശൂർ, യക്ഷഗാനം പാർത്ഥി സുബ്ബ. ചേരുംപടി ചേർക്കുക. ലൂയി ഹാമിൽട്ടൺ, ഫോർമുല നമ്പർ 1 കാർ ഡ്രൈവിംഗ്. ഇബ്രാഹിം സദ്രാൻ, ക്രിക്കറ്റ്. ക്രിസ്റ്റഫർ എൻ കുക, ഫുട്ബോൾ. സത്യ കൃഷ്ണമൂർത്തി, ബാസ്കറ്റ്ബോൾ. താഴെ കൊടുത്തിട്ടുള്ള കഥകളിൽ ഉണ്ണി ആർ എഴുതിയ കഥകൾ ഏതെല്ലാം? ഒരു ഭയങ്കര കാമുകൻ, വാങ്ക്. 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പുരുഷ 100 മീറ്റർ ഫ്രീസ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ ചൈനയുടെ പാൻ ജൻലി റെക്കോർഡോടെ സ്വർണം നേടി. ചേരുംപടി ചേർക്കുക. മാലിക് ദിനാർ, കാസർഗോഡ്. കൂടൽമാണിക്യ ക്ഷേത്രം, തൃശൂർ. അനന്തനാഥസ്വാമി ക്ഷേത്രം, വയനാട്. ഉദയംപേരൂർ സുനഹദോസ് പള്ളി, എറണാകുളം. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പകരം സമൻസ് കൈപ്പറ്റാവുന്നത് ആർക്കാണ്? അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗത്തിന്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 40(1) അനുസരിച്ച് ഒരു സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര സമയപരിധിക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണം? 6 മണിക്കൂറിനുള്ളിൽ. 2023 ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 138 പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് അബ്ഡക്ഷൻ എന്ന കുറ്റകൃത്യം അല്ലാത്തത്? ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അയാളെ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകുക. ഒരു കുറ്റിക്കാടിന് പിന്നിലാണ് സെഡ് ഉള്ളതെന്ന് എക്ക് അറിയാം. എന്നാൽ ബിക്ക് അത് അറിയില്ല. സെഡ് മരണപ്പെടണം എന്ന ഉദ്ദേശത്തോടെ ബിയെ കൊണ്ട് എ ആ കുറ്റിക്കാട്ടിലേക്ക് വെടിവെപ്പിക്കുകയും ഇതുമൂലം സെഡ് മരണപ്പെടുകയും ചെയ്യുന്നു. ബി കുറ്റമൊന്നും ചെയ്തിട്ടില്ല. എ കുറ്റകരമായ നരഹത്യ ചെയ്തു. 2023 ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 76 പ്രകാരം ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുകയോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുകയോ കുറ്റകൃത്യമാകുന്നത് ആയത് ഇവരിൽ ആര് ചെയ്യുമ്പോഴാണ്? ഏതൊരാളും. തിരക്കേറിയ ഒരു തെരുവിൽ വെച്ച് ബിയുടെ കയ്യിൽ നിന്ന് എ വേഗത്തിൽ ഒരു മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടിപ്പോകുന്നു. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഈ കുറ്റം ഏതാണ്? സ്നാച്ചിങ്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത സെക്ഷൻ 96 പ്രകാരം ഒരു സെർച്ച് വാറന്റ് സാധുവായി തുടരുന്ന
പരമാവധി കാലയളവ് എത്രയാണ്? പ്രത്യേക പരമാവധി കാലയളവ് പരാമർശിച്ചിട്ടില്ല. പോലീസ് കസ്റ്റഡിയിലെ പ്രതി കുറ്റസമ്മതം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന: ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. താൻ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് പോലീസ് കസ്റ്റഡിയിലിരിക്കെ പ്രതി പോലീസിന് മൊഴി നൽകുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ആയുധം പ്രതി പറഞ്ഞ സ്ഥലത്തുനിന്ന് കണ്ടെടുക്കുന്നുവെങ്കിൽ ആയുധം സൂക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ച് പ്രതി നൽകിയ വിവരം അത്രത്തോളം പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. കേരള പോലീസ് ആക്ട് വകുപ്പ് 8 പ്രകാരം ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള അവകാശം ആർക്കാണ്? ഏതൊരു പൗരനും. എക്സ്, വൈ എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പോലീസ് പരിശോധിക്കവെ എക്സ് ആയത് നിയമപരമായി തന്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നു. കേരള പോലീസ് ആക്ട് അനുസരിച്ച് ഈ സാഹചര്യത്തിൽ പോലീസിന്റെ ശരിയായ നടപടി എന്താണ്? പോലീസിന് തങ്ങളുടെ കൃത്യനിർവഹണം വീഡിയോയിൽ പകർത്താം. ഒരു വ്യക്തിയെ കാണാനില്ലെന്ന് ന്യായമായും സംശയിക്കാവുന്ന വിവരം ലഭിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കേരള പോലീസ് ആക്ട് അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ: കാണാതായ ആളെ കണ്ടെത്തുന്നതിന് ഏതൊരു സ്ഥലത്തും പ്രവേശിച്ച് പരിശോധന നടത്താം. ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷികളുടെ മൊഴിപ്പകർപ്പ് അതത് സാക്ഷികൾക്ക് നൽകുക. കാണാതായ ആളെ കണ്ടെത്തുന്ന പക്ഷം അയാളെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുക. 1985 NDPS നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ വ്യവസ്ഥകൾ എപ്രകാരമാണ്? പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ NDPS നിയമം 1985 പ്രകാരമുള്ള ശരിയായ പ്രസ്താവന: ഇന്ത്യ മുഴുവൻ ഈ നിയമം ബാധകമാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ്. മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഈ നിയമം ബാധകമാണ്. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം ബാധകമായിട്ടുള്ളത് ഇന്ത്യ മുഴുവൻ. ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് കോണ്ടാക്ട് ആയാൽ മാത്രമേ ലൈംഗിക അതിക്രമമായി കണക്കാക്കാൻ കഴിയൂ എന്ന് വിധി പ്രഖ്യാപിച്ച കോടതി മുംബൈ ഹൈക്കോടതി. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കാവുന്ന കുറ്റകൃത്യം ഏതാണ്? സൈബർ ഭീകരവാദ പ്രവർത്തികൾ. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ എയ്ഡഡ് സ്വകാര്യ കോളേജുകൾ വരും എന്ന് വിധിച്ച കേസ് വർഗീസ് വേഴ്സസ് MG യൂണിവേഴ്സിറ്റി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഏതാണ് വിവരം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത്? പ്രമാണങ്ങൾ, ഇമെയിലുകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ. ഇവയെല്ലാം. ഒരു വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എന്നാൽ അർത്ഥമാക്കുന്നത് വാഹനവും ലോഡും കൂട്ടിയ ഭാരം. 50 cc-യിൽ താഴെ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള ഗിയർ ഇല്ലാത്ത മോട്ടോർ സൈക്കിളുകൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു? L1 കാറ്റഗറി. 18 വയസ്സിൽ ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ എത്ര വയസ്സുവരെ ആ ലൈസൻസിന് സാധുത ഉണ്ടായിരിക്കും? 40 വയസ്സുവരെ. ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ ഏതെങ്കിലും ക്ലാസ് ലൈസൻസ് ആവശ്യമെങ്കിൽ അവ സറണ്ടർ ചെയ്യുന്നതിനുള്ള റൂൾ ഏതാണ്? CMVR 1989 റൂൾ 17A. ഒരു ജോയിന്റ് RTOയെ താഴെ പറയുന്ന ലൈസൻസിംഗ് അതോറിറ്റിയായി പറയുന്നു. അഡീഷണൽ ലൈസൻസിംഗ് അതോറിറ്റി. പെർമിറ്റ് ആവശ്യമില്ലാത്ത ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ. 3 ടണ്ണിൽ താഴെ GVW ഭാരമുള്ള ചരക്ക് വാഹനങ്ങൾ. ഒരു കോൺട്രാക്ട് കാരിയേജ് വാഹനം 4 കൊല്ലം പഴക്കമുള്ളത് ഫിറ്റ്നസ് ടെസ്റ്റിന് പോയാൽ പാസ്സായാൽ എത്ര വർഷത്തെ കാലാവധി ലഭിക്കും? 2 വർഷത്തേക്ക്. ഒരു വാഹനം പാർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ആ വാഹനം എത്ര സമയം റോഡിൽ നിർത്തിയിടണം? 3 മിനിറ്റിൽ കൂടുതൽ. ഒരു ഇരുചക്ര വാഹനം റോഡിൽ കെട്ടിവലിക്കുമ്പോൾ കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനവും തമ്മിൽ എത്ര ദൂരം ഉണ്ടാകണം? കെട്ടിവലിക്കാൻ പാടില്ല. മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലെ സെക്ഷൻ 185 എന്താണ്? മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ സ്വാധീനത്തിൽ. വാഹനത്തിൽ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാഹനം ബ്രേക്ക് ഡൗൺ ആയി നിർത്തിയിട്ടിരിക്കുകയാണെന്ന് മറ്റു ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാൻ. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി 20 വയസ്സ്. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻഅറ്റൻറ്റീവ് ബ്ലൈൻഡ്നസ് ഉണ്ടാകുന്നു. ഡ്രൈവർമാർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ: ഉറക്കവും ക്ഷീണവും അവഗണിച്ച് വാഹനം ഓടിക്കരുത്. സമയത്തെത്താൻ അമിത വേഗത സ്വീകരിക്കാതെ നേരത്തെ പുറപ്പെടുക. വാഹനത്തിന്റെ രേഖകളും ഡ്രൈവിംഗ് ലൈസൻസും ഉപയോഗിച്ച് കാലാവധി ഉറപ്പുവരുത്തുക. മുകളിൽ പറഞ്ഞവയെല്ലാം. സ്റ്റിയറിംഗ് വീലിന്റെ റോട്ടറി മോഷൻ
റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയി മാറ്റുന്നത് സ്റ്റിയറിംഗ് ബോക്സ്. ഒരു V8 എഞ്ചിനിൽ എത്ര എക്സോസ്റ്റ് manifold ഉണ്ടായിരിക്കും? 2. ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയാൽ മോട്ടോർ വാഹന നിയമം 194 പ്രകാരം ഈടാക്കാവുന്ന ഏറ്റവും കുറഞ്ഞ പിഴ എത്ര രൂപയാണ്? 20,000. ഒരു പുതിയ സ്വകാര്യ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി എത്ര വർഷമാണ്? 15 വർഷം. ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ പരമാവധി അനുവദനീയമായ GVW എത്രയാണ്? 7500 കിലോ. താഴെ പറയുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷനുകളിൽ പ്രതി കുറ്റം ചെയ്താൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റു ചെയ്യാൻ അനുമതി നൽകാത്ത കുറ്റമുള്ള വകുപ്പ് ഏതാണ്? സെക്ഷൻ 186. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂള് 1989 റൂൾ 168 പ്രകാരം റോഡ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഗുഡ് സമരിറ്റൻ തന്റെ ബാധ്യതകളും അവകാശങ്ങളും സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ചികിത്സാ ചെലവുകൾ വഹിക്കേണ്ടതില്ല. അധികൃതരെ അറിയിച്ചതിനു ശേഷം ഉടൻ ആശുപത്രി വിടാം. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾ 1989 റൂൾ 169 പ്രകാരം ഒരു ഗുഡ് സമരിറ്റൻ സ്വമേധയോ കേസിൽ സാക്ഷിയായി നിന്നാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിൽ നിർബന്ധമായും പാലിക്കേണ്ട നടപടിക്രമം അനുയോജ്യമായ സമയവും സ്ഥലത്തിന്റെ സാധാരണ വേഷം അണിഞ്ഞ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യണം. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 206 പ്രകാരം താഴെ പറയുന്ന ഏത് സാഹചര്യങ്ങളിൽ ഒരു പോലീസ് ഓഫീസർക്ക് ഒരു ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കുവാൻ സാധിക്കും? ഡ്രൈവർ സമൻസ് കൈപ്പറ്റാതെ കോടതിയിൽ ഹാജരാകാതെ പോവുമെന്ന് ഉദ്യോഗസ്ഥന് പോലീസിന് ബോധ്യപ്പെട്ടാൽ. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 സെക്ഷൻ 207 പ്രകാരം താഴെ പറയുന്ന ഏത് നിയമലംഘനമാണ് പോലീസിനെ ഒരു വാഹനം പിടികൂടുവാനുള്ള അധികാരം നൽകുന്നത്? സെക്ഷൻ 66(1) പ്രകാരം പെർമിറ്റ് ഇല്ലാതെ വാഹനം ഉപയോഗിക്കൽ. റൂൾ 138A പ്രകാരം 2017 ഡിസംബർ 1 മുൻപ് വിറ്റ വാഹനങ്ങളിൽ ഫാസ്ടാഗ് ഘടിപ്പിക്കുവാനുള്ള അവസാന തീയതി 2021 ജനുവരി 1. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പിൻ പാസഞ്ചറായി കയറ്റി മോട്ടോർ സൈക്കിൾ പരമാവധി വേഗപരിധി എത്രയാണ്? 80 km/മണിക്കൂർ. റൂൾ 119 പ്രകാരം ഇലക്ട്രിക് ഹോണിന്റെ പരമാവധി ശബ്ദ നിലവാരം എത്ര ഡെസിബൽ ആണെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റൂൾ 122 പ്രകാരം ചാസിസ് നമ്പറുകൾ എത്ര mm ഉയരമുള്ള അക്ഷരങ്ങളിൽ എങ്കിലും എംബോസ് ചെയ്യണമെന്ന് നിബന്ധന? 7. റൂൾ 128 പ്രകാരം വാഹനങ്ങളുടെ മുൻ വിൻഡ് സ്ക്രീനുകൾക്ക് ഉപയോഗിക്കേണ്ടത് ഏത് തരത്തിലുള്ള ഗ്ലാസ് ആണ്? ലാമിനേറ്റഡ് സേഫ്റ്റി ഗ്ലാസ്. റൂൾ 137 പ്രകാരമുള്ള ഗ്ലാസ് 2 ഹസാർഡസ് സാധനങ്ങൾ താഴെ പറയുന്നതിൽ ഏത് ഉൾപ്പെടുന്നു? കംപ്രസ് ഗ്യാസുകൾ.